റമദാൻ മാസം ഒരുമയുടെയും സഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും കാലം കൂടിയാണ്. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരുകയാണ് തൃശൂർ കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദ്. നൂറുകണക്കിന് ആളുകൾ ദിവസേന നിസ്കാരത്തിനെത്തുന്ന പള്ളിയിൽ നോമ്പ് വീടുന്നതിനായി എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും പള്ളി കമ്മിറ്റി ഒരുക്കാറുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹുവിൽ സകലതും അർപ്പിച്ചുള്ള പ്രാർത്ഥനയും വിശ്വാസവും. കാലദേശങ്ങൾ താണ്ടി പ്രായഭേദമന്യേ ഒന്നിച്ചുകൂടുന്ന സമൂഹം. കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദിൽ കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച അല്ലാഹു അക്ബർ, 80 വർഷങ്ങൾക്ക് മുൻപ് കുന്നംകുളം നഗരത്തിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ടൗൺ ജുമാ മസ്ജിദ് പണിയുന്നത്. ഇന്നും പള്ളിയുടെ മഹല്ല് കമ്മിറ്റിക്ക് കീഴിലുള്ളത് 83 കുടുംബങ്ങൾ മാത്രം. പക്ഷേ നോമ്പുകാലത്ത് ഇവിടെ ദിവസേന നിസ്കാരത്തിനെത്തുന്നവരുടെ എണ്ണം 300 മുതൽ 500 വരെ. നഗരത്തിലെത്തുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും ഇതര സംസ്ഥാന തൊഴിലാളികളും വ്യാപാരികളും മുതൽ പോലീസുകാർ വരെ ഇവിടെ നിസ്കരിക്കാനെത്തും. ഏകദേശം എല്ലാ ദിവസവും 300-ലധികം ആളുകളാണ് ഇവിടെ നോമ്പ് തുറക്കാനെത്തുന്നത്. നോമ്പുകാരനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാനിൽ വ്രതം എത്രമേൽ പുണ്യമാണോ അതുപോലെ പുണ്യമാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ആ മര്യാദയും ആ ബഹുമാനവും കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഇത്രത്തോളം രൂപത്തിൽ ഈ നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത്. പള്ളിയിലെത്തുന്ന എല്ലാവർക്കുമായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ദിവസേന മഹല്ല് കമ്മിറ്റി ഒരുക്കുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നതിന് മാത്രം ഒരു ദിവസം വേണ്ടിവരുന്നത് 20,000-ഓളം രൂപയാണ്. വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവന ഉപയോഗിച്ച് മാത്രമാണ് ഈ ചെലവുകൾ വഹിക്കുന്നത്. ഒരു ആവറേജ് 20,000 രൂപ, 6 ലക്ഷം രൂപയോളം ഒരു മാസം ഈ 30 ദിവസത്തെ ചെലവ് വരും. 100% സംതൃപ്തിയോടുകൂടിയാണ് ഇവിടുന്ന് ആളുകൾ മടങ്ങാറ്. കാരണം ഈ 300-350 ആൾ എന്ന് പറഞ്ഞാൽ ഈ മഹല്ലിലെ ആളുകൾ 2, 3, 4 അതിന് മുകളിൽ വരാറില്ല. ബാക്കി മുഴുവൻ ആളുകളും നേരത്തെ സൂചിപ്പിച്ച പോലെ അതിഥി തൊഴിലാളികൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, പീഡികൽ തൊഴിലാളികൾ, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് ഇവിടെ തൊട്ടാണ്, മീൻ മാർക്കറ്റ് തൊഴിലാളികൾ, മെയിനായിട്ട് യാത്രക്കാർ, വളരെ ദൂരം പോണ യാത്രക്കാർക്ക് ഇവിടെ വന്ന് നോമ്പ് തുറന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. നോമ്പ് കാലത്ത് തദ്ദേശീയരായ വിശ്വാസികളെക്കാൾ കൂടുതൽ പള്ളിയിലെത്തുന്നത് കുന്നംകുളത്ത് ജോലിക്കായെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. കുടുംബസമേതം പ്രാർത്ഥിക്കാനെത്തുന്ന ഇവർ പള്ളിയുടെ മുഴുവൻ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്നതിലും എല്ലാവർക്കും സന്തോഷം മാത്രം. പശ്ചിമ ബംഗാൾ കേരളത്തിൽ വ്യത്യസ്തമുണ്ട്. കേരളത്തെ നോമ്പ് നല്ലത്. ഈ പള്ളി നമ്മുടെ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് 8 കൊല്ലം മുന്നേറ്റ് നമ്മുടെ ഇവിടെ ചേട്ട മുന്നേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് 8 കൊല്ലമായി. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന ഈ പള്ളിയിൽ നിന്ന് ചെയ്യാറുണ്ട്. ആൾക്കാരും കുഴപ്പമില്ല, സെക്രട്ടറി കുഴപ്പമില്ല, ഇവിടെ ഉസ്താദ്മാർ കുഴപ്പമില്ല, എല്ലാവരും നന്നത്. മുസ്ലിം മതവിശ്വാസികൾക്കൊപ്പം തന്നെ ഇതര മതസ്ഥരും പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായും നേർച്ചകൾ സമർപ്പിക്കുന്നതിനും പതിവായി എത്താറുണ്ട്. അങ്ങനെ കുന്നംകുളം എന്ന ചെറിയ പട്ടണത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രം കൂടിയാണ് ടൗൺ ജുമാ മസ്ജിദ് എന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.